വൈറ്റില മേൽപ്പാലത്തിൻ്റേത് അശാസ്ത്രീയ നിർമ്മാണമെന്നും പാലം തല്ലിപ്പൊളിച്ച് നീക്കണമെന്നും മന്ത്രി കെ.ബി. ഗണേഷ് കുമാറിന്റെ പ്രതികരണം. പാലത്തിന്റെ തൂണുകൾ സ്ഥാപിച്ചതിൽ ഗുരുതര പിഴവുണ്ട് എന്നും പാലത്തിന് താഴെ വാഹനം തിരിക്കാൻ കഴിയാത്ത അവസ്ഥയാണെന്നും മന്ത്രി വിമർശിക്കുന്നു. അശാസ്ത്രീയ നിർമ്മാണം തിരുത്താൻ 1.5 കോടി രൂപ അനുവദിച്ചതായും ഗണേഷ് പറഞ്ഞു. നമ്മൾ എറണാകുളത്ത് പോയി നോക്കിയാൽ എറണാകുളത്ത് വൈറ്റിലയിൽ ഒരു ഫ്ലൈഓവറുണ്ട്. അശാസ്ത്രീയമായി തൂണുകൾ അവിടെ ഇവിടേക്ക് വെച്ച് അപ്പോൾ ഈ റോഡിൽ കൂടെ വണ്ടി പോകുന്നതിനെ പറ്റി ചിന്തിക്കാതെ പാലം അങ്ങ് പണിഞ്ഞു. താഴെ കൂടെ വണ്ടി പോകും എന്ന കാര്യം ഈ പാലം പണിഞ്ഞാൽ ചിന്തില്ല. അയാളെ സംബന്ധിച്ച് പാലം പണിയാന്നുള്ള ജോലി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എങ്ങും തിരിയാനൊക്കെയാണ് തൂണുകൾ വശക്കേടായിട്ട് വെച്ചിരിക്കുകയാണ്. ഇതിൻ്റെ ഈ പാലം പണിഞ്ഞപ്പോൾ കൃത്യമായി താഴത്തെ ട്രാഫിക് കൂടെ പരിഗണിച്ചുകൊണ്ട് അതിൽ ടേൺ ചെയ്യാനുള്ള സൗകര്യങ്ങളൊക്കെ കൊടുത്തിട്ട് അതിൽ തൂണ് പണിതിരുന്നെങ്കിൽ പാലത്തിന് ബലവും കിട്ടിയാലേ ഈ കുരുക്കൊഴിഞ്ഞ് ഇപ്പൊ കുരുക്കൊഴിക്കാൻ വലിയ പാടായി മാറിയിരിക്കുകയാണ്. താഴെ മൊത്തം സിമെന്റ് ഇട്ട് ഇങ്ങനെ ഐലൻഡ് പോലെ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. വണ്ടി തിരിയില്ല, ബസ് തിരിയാൻ പറ്റില്ല, കാർ തിരിയാൻ പറ്റില്ല, അങ്ങനെ ആകെ കുഴപ്പമാണ്. അത് തല്ലിപ്പൊട്ടിച്ച് കളഞ്ഞ് പുതുക്കി പണിയാനാണ് 1.5 കോടി. എന്നാലും അത്രത്തോളം ശരിയാവും നമുക്ക് അറിഞ്ഞുകൂടാ.